ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ജസ്റ്റ് ഗൈഡൻസ് എടുക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസത്തേക്ക് എന്നല്ല, ജനറലായിട്ട് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ എത്തിക്കാൻ ശ്രമിക്കുന്ന നോക്കാം ഈ വീക്കിലേക്ക് മുന്നോട്ട്. ഓക്കെ, കുറച്ച് അഡ്വൈസും നിങ്ങൾക്ക് അഫർമേഷൻസ് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഞാൻ, നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ കുറച്ച് അഫർമേഷൻസ് കൂടി. ഓക്കെ, ഐ തിങ്ക് ഓക്കെ ആണ്. ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജസ് യൂണിവേഴ്സ് എന്ന ഗൈഡൻസ് അഡ്വൈസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. Okay. Panther spirit, reclaim your power. Mouse spirit, tend to small things. Lion spirit, flamingo. Moth spirit, stag, take the lead. Okay. Fox, skunk, know your worth. Okay. ഓക്കെ, ഇവിടെ ഒന്നാമത് സ്പിരിറ്റ് ഹാസ് എ പ്ലാൻ എന്ന് പറയുന്നുണ്ട്. സോ യൂണിവേഴ്സിന് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ലൈഫ് വെച്ച് എന്തോ ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ലൈഫിന് വേണ്ടിയിട്ട് ചില പ്ലാൻസ് യൂണിവേഴ്സിൻ്റെ കയ്യിലുണ്ട്. അതായത് നിങ്ങളെ ഒരു എങ്ങോട്ട് കൊണ്ടുപോകണം, നിങ്ങൾ എന്താണ് ഈ ജീവിതത്തിൽ ചെയ്യേണ്ടത്, ഈ ജന്മത്തിൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെ എത്തണം എന്നൊക്കെയുള്ള ഒരു പ്ലാൻ യൂണിവേഴ്സിൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ എത്തിക്കുകയും ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, നിങ്ങൾ ഏതൊക്കെ വഴിക്ക് കറങ്ങി തിരിഞ്ഞു പോയാലും അവസാനം യൂണിവേഴ്സ് നിങ്ങളെ ഒരു സ്ഥലത്തെത്തിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. എന്ന് വെച്ചാൽ നല്ല തന്നെയാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ മോശമായിട്ടല്ല. ഓക്കെ, സോ ഇവിടെ റീക്ലെയിം യുവർ പവർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അല്ലേ, ആൻഡ് ഇതൊക്കെ നിങ്ങളെ കൊണ്ട് യൂണിവേഴ്സ് ചെയ്യിപ്പിക്കും എന്ന് പറയാം. നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നുണ്ട്, ഡു ദിസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ റീക്ലെയിം യുവർ പവർ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നിരാശരായിട്ടിരിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങൾക്ക് കഴിവില്ല, അല്ലെങ്കിൽ നിങ്ങൾ പോരാ എന്ന രീതിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന രീതിക്കൊക്കെ ഒരു നിരാശ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ കാണാം. സോ യൂണിവേഴ്സ് പറയുന്നത് ഒരു പാന്തറിനെ പോലെ ആവാം. പാന്തറിന് കറുത്ത നമ്മുടെ പുലിയല്ലേ, അതല്ലേ അത്, അതിനെന്താ പറയാവോ അല്ലെ, ഓക്കെ പാന്തർ. ഓക്കെ, അതുപോലെ ആവാനാണ്. അത് പുള്ളിപ്പുലിയാണോ? ഓക്കെ, എനിവേസ് ആ ഒരു പുലി പോലെ ആവാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ പവർ ഉണ്ട്, നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾ അതിനെ മറന്നു പോവുകയാണ്. ഓക്കെ, നമ്മൾ ഓരോ ചില സമയത്ത് ചില വിഷമങ്ങളോ സങ്കടങ്ങളോ ടെൻഷനോ കാര്യങ്ങളോ ലോസോ ഒക്കെ വരുമ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ തന്നെ മറന്നു പോകും. ശരിക്കും യെസ്, എൻ്റെ ഉള്ളിൽ ആ പവർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് റീക്ലെയിം യുവർ പവർ, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവ്, നിങ്ങളുടെ ഒരു പവർ, നിങ്ങളുടെ ശക്തി നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചെടുക്കൂ എന്നാണ് പറയുന്നത്. 10 to small things എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് തിങ്, ഓക്കെ, ആദ്യം ഒരു ധൈര്യം വെച്ച് കാര്യങ്ങൾ ചെയ്യാം, നിങ്ങളുടെ പവർ തിരിച്ചറിയാൻ പറയുന്നുണ്ട്. ആൻഡ് നിങ്ങളോട് പറയുന്ന എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളെ മുഴുവൻ നോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു പ്ലാനറ്റ്, ഒരു ജോലിയിലായാലും ശരി, നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴായാലും ശരി, എവിടെയെങ്കിലും പോകുന്നു, യാത്ര പോകുന്നു, പഠിക്കുന്നു, അല്ലെങ്കിൽ എന്ത് തന്നെ നിങ്ങൾ ചെയ്യുമ്പോഴും ശരി. ഓക്കെ, ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, വട്ടെവർ, എന്ത് വർക്ക് ഏറ്റെടുത്താലും അല്ലെങ്കിൽ എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും എല്ലാ മൈന്യൂട്ട്, എല്ലാ ചെറിയ ചെറിയ ഡീറ്റെയിൽസും നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുക. ആൻഡ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാം, അതായത് ചെറിയ കാര്യങ്ങളെ വിട്ട് കളയണ്ട. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. കാരണം അങ്ങനത്തെ ചെറിയൊരു പോയിന്റ് ആയിട്ട് മിസ്സായാലായിരിക്കും ചിലപ്പോൾ നമുക്ക് പലതും വലിയ പ്രശ്നങ്ങൾ വരുന്നത്. സോ ബി കെയർഫുൾ എല്ലാ കാര്യം. പക്ഷെ നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നൊന്നുമല്ല യൂണിവേഴ്സ് പറയുകയാണ്. തെറ്റ് നിങ്ങളോട് മേ ബി നിങ്ങൾ ചില സമയത്ത് ചെറിയ കാര്യങ്ങൾ വിട്ടു പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല മിസ്റ്റേക്സ് ആയിരിക്കും വരുന്നത്. സോ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ ബി ജനറസ് ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. ലയണിനെ പോലെ, ഓക്കെ, ഒരു രാജാവിനെ പോലെ ആവാനാണ് പറയുന്നത്. രാജാവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നല്ല രാജാവ് കേട്ടോ. ഓക്കെ, നല്ലൊരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഒരു എല്ലാവരുടെയും നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും, അല്ലാതെ അവനവൻ്റെ കാര്യം മാത്രമല്ല. ഓക്കെ, അവനവൻ ആ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്കൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മൾ പറയില്ലേ, അവർക്ക് ആ ഒരു റെസ്പെക്റ്റും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അവരെ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്, മറ്റുള്ളവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കണം അല്ലേ, ആ രീതിക്ക്. സോ നിങ്ങളോട് പറയുന്നത് ബി ജനറസ് ഓഫ് സ്പിരിറ്റ്, നിങ്ങളുടെ നല്ലതിന് മാത്രമല്ല മറ്റുള്ളവരെ കൂടി നന്മ ആലോചിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ. ആൻഡ് നിങ്ങൾക്ക് ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട് എന്നുകൂടിയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് എംബ്രേസ് ദ ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ചില സമയത്ത് ചില കാര്യങ്ങൾ നടക്കാതെ വരും, പക്ഷെ അതപ്പോൾ നിങ്ങൾ സ്ട്രെസ് ആവരുത്, നിങ്ങൾ കരുതരുത് ഓക്കെ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന രീതിക്കൊന്നും ചിന്തിക്കരുത്. അങ്ങനെ ഇടയിൽ ഒരു പീരീഡും ഉണ്ടാവും അല്ലേ, ചിലത് നമുക്ക് നടക്കാതെ വരും, ചില സമയത്ത് നമുക്കൊന്നും വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് തോന്നും, അങ്ങനത്തെയും സമയങ്ങളുണ്ട്. ഓക്കെ, എല്ലാം എപ്പോഴും നല്ല രീതിക്ക് പോകണം, അല്ലെങ്കിൽ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകണം, എല്ലാം നല്ല രീതിക്ക് അങ്ങനെ മാത്രമല്ലല്ലോ. ഓക്കെ, ചില സമയത്ത് ചില ഡൗൺ പീരീഡും ഉണ്ടാവും, ഒരു ഇൻ ബിറ്റ്വീൻ പീരീഡ് എന്ന് വിളിക്കാം. ഓക്കെ, രണ്ട് നല്ല
കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ലേശം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ കൂടി നിങ്ങൾ എംബ്രേസ് ചെയ്യൂ എന്നാ പറയുന്നത്. ആ പ്രശ്നങ്ങളും നിങ്ങളെ മുന്നോട്ട് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും, നിങ്ങൾക്ക് വേറെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ചിന്തിക്കാം. ഓക്കെ, എൻ്റെ ഇവിടെ സറണ്ടർ നൗ എന്നുണ്ട്. സറണ്ടർ നൗ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ യൂണിവേഴ്സിനോട് സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ശരിക്കും എന്താ പറയുക, നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, എല്ലാം നിങ്ങൾ എന്തൊക്കെയോ വേണം എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ ആ പ്രാർത്ഥന ഒരു ഭാഗത്ത് ഓക്കെ, അത് ചെയ്യണം, ശരി തന്നെയാണ്. പക്ഷെ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോകാനും ശ്രമിക്കുക. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ പ്രശ്നം വരും, ചിലപ്പോൾ നല്ലത് വരും. സോ എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, ആൻഡ് സ്റ്റാഗ് സ്പിരിറ്റ് ഉണ്ട്, ടേക്ക് ദ ലീഡ്. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ശരിക്കും ഉണ്ട്. എനിക്ക് ഇവിടെ പാന്തർ ഉണ്ട്, ലയൺ ഉണ്ട്. ഇതും പറയുന്നത് നിങ്ങളോട് ലീഡർ ആവാൻ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ലീഡർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജോലി സ്ഥലത്തേക്കുള്ള സ്ഥാനത്തിൻ്റെ കാര്യമായിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലിയിലായാലും മറ്റുള്ളവരെ കൂടി എന്താ പറയുക, മുന്നോട്ട് നയിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈവൻ ഒരു കമ്മ്യൂണിറ്റിയിൽ, സൊസൈറ്റിയിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ലീഡറായി നിന്ന് ഓരോ കാര്യവും ഏറ്റെടുത്ത് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഭരിക്കുകയല്ല. ഓക്കെ, ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ലീഡറായി എന്ന് വെച്ച് ആ ഒരു അഹങ്കാരം വരലല്ല. ഓക്കെ, നമ്മളും എല്ലാവരുടെയും സന്തോഷം, എല്ലാവരുടെയും എന്ന് വെച്ചാൽ നിങ്ങളെ സാക്രിഫൈസ് ചെയ്യലല്ല കേട്ടോ. അങ്ങനെ എടുക്കരുത്. എല്ലാത്തിനും ഒരു ബോർഡർ ലൈൻ ഉണ്ട്, അത് ഓർത്ത് വയ്ക്കണം. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി ഫുൾ സാക്രിഫൈസ് ആവാനല്ല, നിങ്ങളുടെ നല്ലതും നോക്കണം അതിൻ്റെ ഒപ്പം. പക്ഷെ മറ്റുള്ളവരെ കൂടി ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെയും കൂടി നന്മ ആലോചിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങൾ ഒരിക്കലും സ്വാർത്ഥരാവില്ല എന്നുള്ളൊരു ഉറപ്പ് യൂണിവേഴ്സിനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പവർ തരുന്നത്. അത് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് ഫോക്സ് സ്പിരിറ്റ് ഉണ്ട്, തിങ്ക് ഓൺ യുവർ ഫീറ്റ്. ഓക്കെ, കുറച്ചൊക്കെ നമ്മൾ ചില സമയത്ത് ഒരല്പം കുബുദ്ധി വേണം എന്നാണ് പറയുന്നത്. ഒരല്പം കേട്ടോ, ഒരുപാടല്ല, കുറച്ചൊക്കെ കുബുദ്ധി അല്ലെങ്കിൽ ഒരു ക്വിക്ക് തിങ്കിങ് വേണം. ഓക്കെ, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരല്പം ഒരു എന്ത് ബുദ്ധിയാണ് പറയുക, അതുകൂടി നമുക്ക് ഫോക്സിനെ പോലെ, കുറുക്കനെ പോലെ ഒരല്പം ബുദ്ധി വളഞ്ഞ വഴി കൂടി കുറച്ച് നമ്മൾ ചിന്തിക്കാൻ അറിയണം നമുക്ക്. ഓക്കെ, അത് ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എന്ന് വെച്ച് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലാവരുത്. എന്നാലും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ചില സമയത്തൊക്കെ നമ്മൾ കുറച്ച് സ്മാർട്ട്നെസ് ഒക്കെ കാണിക്കണം. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് നോ യുവർ വർത്ത് എന്ന് പറയും. അതാ പറഞ്ഞ ഞാൻ. ഓക്കെ, നിങ്ങൾ ഇത് സ്കങ്കാണിത്. സ്കങ്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു മണത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതിങ്ങനെ ഭയങ്കര ഒരു വല്ലാത്തൊരു മണമാണ്, നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്ര മോശമായതാണ്. പക്ഷെ അതിനൊരു കാരണമുണ്ട് അല്ലേ? അതിനെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുകയാണത്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇങ്ങനെ ദുർഗന്ധം ഉണ്ടാക്കുന്നത്. സോ എനിവേ, നിങ്ങളുടെ ഒരു വർത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ ഒരുപാട് മുതലെടുക്കുന്ന തരത്തിലൊന്നും നിങ്ങൾ അനുവദിച്ചു കൊടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എങ്ങനെയായാലും ശരി. ഓക്കെ, നിങ്ങളുടെ ഒരു വാല്യൂ ഉണ്ട്, തിരിച്ചറിയൂ എന്നാണ്. എൻ്റെ ഇവിടെ വേണമെങ്കിൽ നമ്പേഴ്സ് പറയാം. 444 ഞാൻ ഓൾറെഡി കുറേ കണ്ടിരുന്നു. ഓക്കെ, ഇവിടെ ഓൾറെഡി 3 4 ഉണ്ട്, 444 ഉണ്ട്. സോ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ, 44 40 37 26 39 58 27 54, ഇവിടെ ഒരു 35 കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, സോ അഗെയിൻ 8 ആവാം. 4s കുറേ ഉണ്ട്. സോ 4 നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 ഉണ്ട്, 10 അല്ലെങ്കിൽ 1, 8 അഗെയിൻ. ഓക്കെ, 8 ആൻഡ് 8 ഇവിടെ ഉണ്ട്. 12 ആവാം, അല്ലെങ്കിൽ 3 ആവാം. 13 ഉണ്ട് ഇവിടെ. സോ അഗെയിൻ 4 വന്നിട്ടുണ്ട്. സോ 4 കുറേ ഉണ്ട് ഇവിടെ, ഞാൻ പറഞ്ഞ പോലെ. ആൻഡ് ഇവിടെ 9 അഗെയിൻ. ഓക്കെ, 9 ആൻഡ് 9 അഗെയിൻ. ഓക്കെ, 9 വീണ്ടും വന്നിട്ടുണ്ട്. 9 ഉണ്ട് ഇവിടെ കൂടുതൽ. 4 ഉണ്ട്. നമ്പേഴ്സ് ഏറ്റവും കൂടുതൽ അതാണ് 9, 4 ആൻഡ് 8 ആണ് എനിക്ക് കൂടുതൽ കണ്ടത്. ഓക്കെ, സോ കുറച്ച് അഫർമേഷൻസ് കൂടി തരാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അഫർമേഷൻസ്. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, ഞാൻ 2-3 കാർഡ് എടുക്കാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. ടുഡേ ഐ ആം സ്പെഷ്യൽ. ടുഡേ ഐ വിൽ റിയലൈസ് ദാറ്റ് ഐ എം എ യുണീക്ക് വൺ ഓഫ് എ കൈൻഡ് പേഴ്സൺ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ സ്പെഷ്യലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്കിത് ദിവസം മുഴുവൻ റിപ്പീറ്റ് ചെയ്യാം. കണ്ണാടിയിൽ നോക്കിയിട്ട് അവനവനോട് ഇത് പറയാം. കണ്ണിൽ നോക്കി പറയണം കേട്ടോ. ഓക്കെ, അവനവന് വിശ്വാസം തോന്നണം എന്നാണ്. ടുഡേ ഐ എം സ്പെഷ്യൽ. ടുഡേ ഐ വിൽ റിയലൈസ് ദാറ്റ് ഐ എം എ യുണീക്ക് വൺ ഓഫ് എ കൈൻഡ് പേഴ്സൺ. ഐ ഹോപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, വൺ മോർ. ഓക്കെ, ഇത്
ടുഡേ ഐ എം കൈൻഡ്, ടുഡേ ഐ വിൽ മേക്ക് ദിസ് ഡേ കൗണ്ട്, ഐ വിൽ ഡു സംതിങ് കൈൻഡ് ഫോർ സമ്മൺ. ഇവിടെ നിങ്ങളോട് ജനറസ് ആവാൻ പറഞ്ഞിരുന്നു. ഇത് കുറച്ച് ഡൊണേഷൻ ദാനങ്ങളുടെ കാര്യം കൂടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള ഒരു കാർഡ് കൂടിയാണ്. സോ മറ്റുള്ളവർക്ക് വേണ്ടി മേ ബി എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യാൻ ശ്രമിക്കും. പൈസ ആയിട്ട് കൊടുക്കണം എന്നല്ല, നിങ്ങളുടെ സമയം കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും പോയി ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു ജസ്റ്റ് ഒന്ന് കേൾക്കാനെങ്കിലും, ഒരാളുടെ എന്തെങ്കിലും വിഷമം കേൾക്കാനെങ്കിലും നിൽക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ടുഡേ ഐ എം കൈൻഡ്, ടുഡേ ഐ വിൽ മേക്ക് ദിസ് ഡേ കൗണ്ട്. ഇത് കാണുന്നുണ്ടോ? ഓക്കെ, ഷുഡ് അല്ലേ? ഓക്കെ, സംതിങ് കൈൻഡ് ഫോർ സമ്മൺ. ഓക്കെ, ഇതുകൂടി നിങ്ങൾക്ക് അഫർമേഷനായിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നുകൂടി എടുക്കാം. ടുഡേ ഐ എം ഫ്ലെക്സിബിൾ, ടുഡേ ഐ വിൽ അഡാപ്റ്റ് ടു ചേഞ്ചസ് ഇൻ മൈ ലൈഫ് വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് ആൻഡ് പോസിറ്റീവ് ഔട്ട്ലുക്ക്. ഓക്കെ, നിങ്ങൾ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഞാൻ റെഡിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഫ്ലെക്സിബിൾ ആവും, ചേഞ്ചസ് എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അതായത് അപ്പ് ആൻഡ് ഡൗൺ വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അതിനെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് മാറ്റങ്ങൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ ചില കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെ ആ മാറ്റങ്ങളൊക്കെ വരുന്നതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ഞാനൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് എന്ത് നടന്നാലും ശരി, എല്ലാം എന്നെ ഒരു നല്ലതിലേക്ക് എത്തിക്കും എന്നൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതുകൂടി നിങ്ങളൊന്ന് സ്ക്രീൻ ഐ ഹോപ്പ് കാണുന്നുണ്ടാവുന്നത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ പറയുന്നതൊക്കെ ലൈഫ് എന്തായാലും നല്ല രീതിക്ക് മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.